വിചാരിക്കണ്ട. പിന്നെ ഓള് നന്നായി പോവല്ലോ എന്ന് വിചാരിച്ചാ വൈകി കയറാണ്ടിക്കൊന്നും വേണ്ട. എന്തൊരു 50,000 എനിക്ക് തടയുന്നുണ്ടാവും. ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് യൂട്യൂബിൽ നിന്ന് എത്ര വരുമാനം കിട്ടി എന്നുള്ളതാട്ടോ. അപ്പം യൂട്യൂബ് ചാനൽ എല്ലാവരും തുടങ്ങുന്നതന്നെ എന്തിനാണ്, നമുക്ക് ക്യാഷ് കിട്ടും എന്ന് അറിയുന്നതുകൊണ്ടാണ് എല്ലാവരും തുടങ്ങുന്നത്. അപ്പം അന്ന് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത തൊട്ട് നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന ഇൻകം മാത്രമായിരിക്കുമല്ലോ. അപ്പൊ അതായിരിക്കും മെയിൻ ഒരു സംഭവം. നമ്മൾ കുറെ എഫേർട്ട് എടുത്തിട്ടാണ് ഓരോ വീഡിയോസും ചെയ്യുന്നത്. അപ്പം ഞാൻ പറയണ്ടായി, കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഒരു വീഡിയോ ഇട്ടു, എനിക്ക് മോണിറ്റൈസ് ആയി എന്ന് പറഞ്ഞിട്ട്. അപ്പം എനിക്ക് എത്ര വരുമാനം കിട്ടിയെന്നറിയാൻ എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും. അപ്പം നമ്മൾ ഫസ്റ്റ് വീഡിയോ ഇട്ടപ്പോൾ തൊട്ട് എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യം കേട്ടോ, എന്താ പറയാ, പൈസ എത്ര കിട്ടി എന്നുള്ളത്. അപ്പം അന്ന് നമുക്ക് ക്യാഷ് കിട്ടാത്തോണ്ട് തന്നെ നമ്മൾ എന്ത് പറയാനാണ്. പിന്നെ ഞാൻ ചെയ്യുന്നത് എന്റെ ഓൺ ഡ്രാമ കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ സ്വന്തം കണ്ടന്റ് ആണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നല്ല അത്യാവശ്യം ക്യാഷ് കിട്ടും ഇങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ. എന്റെ സ്വന്തം അനിയത്തി തന്നെ എന്നോട് പറഞ്ഞത്, എനിക്ക് മന്ത്ലി ഒരു 50,000 എനിക്ക് തടയുന്നുണ്ടാവും അല്ലേ. അപ്പം അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം മോണിറ്റൈസ്ഡ് ആയപ്പം ഭയങ്കര ഹാപ്പി ആയിട്ടോ, നമ്മള് ക്യാഷ് കിട്ടുമല്ലോ. അതിന് മുമ്പാണ് ഇതൊക്കെ നമ്മൾ കേട്ടത് കേട്ടോ, നമുക്ക് എത്രയൊക്കെ കിട്ടുന്നുണ്ടാവും, കിട്ടിയല്ലോ ഇങ്ങനൊക്കെ. കാരണം നല്ല എഫേർട്ട് എടുത്തിരുന്നു ഓരോ വീഡിയോസിന് വേണ്ടിയിട്ട്. വീഡിയോസൊക്കെ ഓരോരുത്തർക്ക് കോമഡി ആണെങ്കിലും നമ്മൾ അത്യാവശ്യം എഫേർട്ട് ഇട്ട് ചെയ്തതാണ്. പക്ഷെ നമ്മളൊരു ടൈമിൽ വെച്ചിട്ട്, കാരണം റമദാൻ സ്റ്റാർട്ട് ആയത് തൊട്ടിട്ട് നമ്മളെ ഡ്രാമ കണ്ടന്റ് ഒക്കെ സ്റ്റോപ്പ് ചെയ്തു കേട്ടോ. ഡ്രാമ കണ്ടന്റ് എന്നല്ല, നമ്മൾ ലോങ് വീഡിയോസ് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ നമ്മൾ ഈ നോമ്പ് തുറ, ഇഫ്താർ, അത്തായം ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മള് ഷോർട്സ് മാത്രമായിരുന്നു ഇട്ടിട്ടുണ്ടായത്. പിന്നെ എന്താ പറയാ, പിന്നെ ലോങ് വീഡിയോ ഇടാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരാഴ്ച ആവുന്നുള്ളൂ നമ്മൾ ലോങ് വീഡിയോ പിന്നെ ഇടാൻ തുടങ്ങിയിട്ട്. അപ്പം ആ വീഡിയോസിലൊന്നും ഇക്കാക്കനെ കാണുന്നില്ല. അപ്പൊ ഇക്കാക്ക വരാത്തതിന് വേറെ റീസൺ ഉണ്ട് കേട്ടോ, ഞാൻ വേറെ പറയാം. അപ്പൊ എന്താ പറയാ, ഇക്കാക്ക വരുന്നില്ല. അങ്ങനെ ഞാൻ ലോങ് വീഡിയോ പിന്നെ ഇടണമെന്ന് വിചാരിച്ചില്ല കേട്ടോ. അപ്പോഴാണ് നമ്മൾ മോണിറ്റൈസ്ഡ് ആയി. അപ്പൊ ആ ഒരു സന്തോഷം പറയാന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. പിന്നെ ലോങ് വീഡിയോസ് അങ്ങനെ ഇട്ട് പോവാന്ന് വിചാരിച്ചു. സോ എല്ലാവരും കാണുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം എല്ലാവരും ലൈക്കും കമന്റൊക്കെ ഒന്ന് എന്താ പറയുക, എന്താണ് നമ്മളെ വീഡിയോസിന് നിങ്ങളെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഒന്ന് രേഖപ്പെടുത്താട്ടോ. പിന്നെ ഹൈപ്പൊക്കെ കൊടുക്കാൻ വിടരുത്, ഹൈപ്പൊക്കെ ഒന്ന് കൊടുത്തു പോവാ, നല്ല വീഡിയോസ് ഒന്നുകൂടി റീച്ച് ആവുള്ളൂ. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ക്യാഷ് എത്ര കിട്ടി എന്നുള്ളതാണ്. അപ്പൊ അതിന് മുമ്പ് ഒരു കാര്യം കൂടി ചോദിക്കട്ടെ, നമ്മളെ വീഡിയോസ് ഇങ്ങനത്തെ വീഡിയോസ് ആണോ അല്ലെങ്കിൽ ഡ്രാമ കണ്ടന്റ് ആണോ നല്ലതെന്നൊന്ന് കമന്റ് ചെയ്യാട്ടോ. ആൻഡ് പിന്നെ പറയാനുള്ളത്, നമുക്ക് ക്യാഷ് കിട്ടിയത്, അപ്പം ഇതുവരെ നമുക്കൊരു 5ന്റെ പൈസ കിട്ടിയിട്ടില്ല, മോണിറ്റൈസ്ഡ് ആയിട്ടുള്ളൂ എന്നുള്ളൂ, ക്യാഷ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പൊ ക്യാഷ് കിട്ടി എന്തായാലും നമ്മൾ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ. പിന്നെ ക്യാഷ് കിട്ടിയ ചോദിക്കുന്നതിന് തെറ്റ് വരാൻ പറ്റില്ല കേട്ടോ. കാരണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോ സാധനങ്ങൾ ടാഗ് ചെയ്തിട്ട് നമുക്ക് അതിന് കമ്മീഷൻ കിട്ടും എന്നുള്ള അതിന്റെ അടിയിൽ തന്നെ എഴുതി കാണിക്കുന്നുണ്ട്. ഓരോ ഷോർട്സിന്റെ അടിയിൽ നമ്മൾ എന്താ പറയാ ടാഗ് ചെയ്യുന്നുണ്ടല്ലോ ഓരോ സാധനങ്ങൾ. അപ്പൊ അതുവഴി നിങ്ങൾ ലിങ്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലിപ്പിലോ മിന്ത്രയിലോ അങ്ങനെ കയറിയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഇതുവഴി നിങ്ങൾക്ക് കൂടുതൽ പൈസ അടിച്ച സാധനങ്ങൾ എടുക്കേണ്ടി വരും, അങ്ങനൊന്നും ഇല്ല കേട്ടോ. അതിന്റെ കമ്മീഷൻ എനിക്ക് കിട്ടും, എന്റെ വഴി കയറി കഴിഞ്ഞാൽ കമ്മീഷൻ എനിക്ക് കിട്ടും, അത്രേ ഉള്ളൂ. സാധനത്തിന് നിങ്ങൾ കൊടുക്കുന്ന ക്യാഷ് എത്രയാണോ അത്ര തന്നെ കൊടുക്കേണ്ടി വരുന്നുള്ളൂ. പക്ഷെ കമ്മീഷൻ നമുക്ക് കിട്ടും ആ ഒരു സാധനം നമ്മൾ വഴി കയറുമ്പോൾ, അത്രേ ഉണ്ടാവുന്നുള്ളൂ. അല്ലാണ്ട് എന്താ പറയാ കൂടുതൽ പൈസ ആയി പോവും അങ്ങനൊന്നും വിചാരിക്കണ്ട. പിന്നെ ഓള് നന്നായി പോവല്ലോ എന്ന് വിചാരിച്ചാ വഴി കയറാണ്ടിക്കൊന്നും വേണ്ട. എന്താ പറയാ, അപ്പം എന്താ പറയാ, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവര് അങ്ങനെയൊക്കെ ഒന്ന് എന്താ പറയാ, ഫ്ലിപ്പ് കയറുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സാധനം മേടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ടാഗ് ചെയ്ത പ്രൊഡക്റ്റ് ഒക്കെ വഴി അങ്ങനെ കയറിയിട്ട് സാധനങ്ങൾ മേടിക്കാം. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പൊ ശരി, ലവ് യു ആൻഡ് ബൈ.